ഗൈസ്, ഇന്ന് ഞാൻ അടുത്തൊരു ഫ്രഷ് വീഡിയോ കൊണ്ടാട്ടോ വന്നിരിക്കുന്നത്. ഫ്രഷ് കണ്ടൻറ്റ് വേറെ ഒന്നുമല്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ കുറേ ഓർണമെൻറ്റ്സ് വാങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ, 2-3 ബ്ലൗസും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ സാധനമാണ് വാങ്ങിയിരിക്കുന്നത്. കാര്യം കുറച്ചുകൂടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെയും കൂടി വീഡിയോൻ്റെ എൻഡിൽ ആഡ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ആഡ് ചെയ്യും, ചിലപ്പോൾ ആഡ് ചെയ്യില്ല. ബ്ലൗസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാനാണ് കേട്ടോ ഈ ഹാൻഡ് വർക്ക് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തപ്പോൾ സക്സസ് ആയ സാധനമാണിത്. അപ്പോൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നമുക്കിതിലേക്ക് തന്നെ പോകാം. ഓരോന്ന് വീതം വെച്ച് പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഓക്കെ കേട്ടോ. ഇങ്ങനെയാണിത് വന്നേ. അതിൻ്റെ ഉള്ളിൽ ഒരു കവറിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് നോക്കാം. ഞാൻ എൻ്റെ കഴുത്തിലുള്ള മാല ഒന്ന് ഊരട്ടെ കേട്ടോ. ഓക്കെ നോക്കിയൊക്കാവേ. ആദ്യത്തത് ഈ കഴുത്ത്, ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ കഴുത്ത് കുറച്ച് അധികം വർക്കുള്ളത് കാരണം ഇതിന് ചേരുന്ന എനിക്ക് തോന്നണില്ല. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാരീൻ്റെ കൂടെയൊക്കെ പോകുമായിരിക്കും. എന്തൊക്കെയൊക്കെയോ ഇപ്പം സംഭവിച്ചു. കറണ്ടൊന്ന് നൈസായിട്ട് പോയി. ഞാനൊന്ന് ചെറുതായി ശശി, എന്നാൽ പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനെല്ലാം പൊട്ടിച്ച് വെച്ചു. ഈ സാധനങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ ഈ കട്ടിലയിൽ ഇരിക്കുന്ന പറഞ്ഞേ എനിക്കത് ഇരുത്തത്ര അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഒന്നാമത് ഇതിന് നല്ല ഇറക്കമുണ്ട്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് വന്നേക്കുന്നത് 139 ആണ് കേട്ടോ. 139 രൂപയായിട്ടുള്ളൂ. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ്. അപ്പോൾ ഈ ഒരു റേറ്റിന് ഈ ഒരു സാധനം നല്ല വൃത്തിയാണ് കേട്ടോ. ഇനി അടുത്തതൊരു ഗജഗാംഭീരൻ സാധനമാണ് കേട്ടോ. കാര്യം ഇതിൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഹെവിയാണെന്ന് മനസ്സിലായെങ്കിലും ഇത്രയും ഹെവിയാണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അടിപൊളി സാധനമാണ്, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ എനിക്കൊന്നും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാനിങ്ങനത്തെ ഇട്ടിട്ട് ശീലമില്ല, അത് തന്നെയാണ്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഭയങ്കര ഹെവിയാണ്. അത്യാവശ്യം ഭയങ്കര വലിപ്പമുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഇതിൽ ഈ വെളിച്ചത്തിൽ കാണുന്നത്ര ഒരു ഓറഞ്ച് ഷെയ്ഡ് അല്ല കേട്ടോ. ഇതിനൊരു ഗോൾഡൻ ഷെയ്ഡ് തന്നെയാണ്. കാണിച്ചു തരാവേ. ഇത് നമ്മുടെ മറ്റേ ബ്രൈഡൽ ലുക്കോ അല്ലെങ്കിൽ വല്ല ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലുക്കുകൾ റീക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഈ സാധനം മേടിക്കാവേ. ഇത് കണ്ടോ, നല്ല. ഇതിനും ഇയറിങ്സ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഇയറിങ്സ്. ഇതുണ്ടോ, ഗ്രീനാണ് കളറ് വരുന്നത്. ഇതുണ്ടോ, ഭയങ്കര ഓവർ ലുക്കാണ്. ഭയങ്കര ഇടുപ്പുള്ളൊരു സാധനമാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് താനും കാണാൻ. ഇതുണ്ടോ, നല്ല രസമല്ലേ കാണാൻ? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാവേ. ഇതിന് 281 ആണ് കേട്ടോ ആയത്. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓരോന്ന് വാങ്ങുന്നത് കൊണ്ട് തന്നെ എനിക്കിത് നമ്മുടെ സൂപ്പർ കോയിൻസ് ഇല്ലേ, സൂപ്പർ കോയിൻസും കൂടി ആഡ് ചെയ്തിട്ടുള്ള റേറ്റാണ് കേട്ടോ ഇത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് ആഡ് ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു 10 കോയിൻസ് അല്ലെങ്കിൽ ഒരു 8 കോയിൻസ് അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് അത്രയും ഡിഫറൻസ് വരുന്നുള്ളൂ. ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് അടുത്ത സാധനം. അടിപൊളിയാണ് കേട്ടോ. ഇനി മൂന്നാമത്തത് ഇതാണ് കേട്ടോ. ഇതൊരു ചോക്കർ സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ട് ഈ ഒരു സാധനം. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പാറ്റേൺ അല്ല ഇത് വന്നത്. കാരണം അതുണ്ടോ, ഇതിൻ്റെ പേൾസ് ഇല്ലേ ഇവിടെ കൊടുത്തേക്കുന്ന ഈ വൈറ്റ് ബീഡ്, അതിന് ഭയങ്കര വലുപ്പമാണ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടൊരു വലുപ്പമുണ്ട്. അപ്പോൾ അതിങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ഭയങ്കരമായിട്ട് ഇട്ട് കഴിയുമ്പം. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഓൾറെഡി തുറന്നായിരുന്നു കേട്ടോ. കാര്യം ഇത് 2-3-4 ദിവസമായി വന്നിട്ട്. കണ്ടോ, സംഭവം അടിപൊളിയാണ്. അടിപൊളി ഇയറിങ്സ് ആണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇയറിങ്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ചെറിയൊരു പൂ പോലെ എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത്. ഇത് മുഴുവൻ സ്റ്റോൺസ് ആണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. കാണിച്ചു തരാം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുണ്ടോ. നല്ല രസമുള്ളൊരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ പേൾസ് എനിക്കൊരു വൃത്തികേടായിട്ട് തോന്നി. കാരണം വിചാരിച്ചതിനെക്കാട്ടൊരു വലുപ്പമാണ് ഇതിന്. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇതിന് എത്ര റേറ്റ് ആയതെന്ന് ഞാൻ പറയാം. ഇതിന് 159 ആണ് കേട്ടോ ആയത്. അപ്പോൾ ഇതും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളതാണ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബ്ലൗസൊക്കെ ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ട് നല്ല രീതിയിൽ അതിൽ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മൂക്കൊക്കെ ചൊറിയുന്നു. വേറെ ഒരെണ്ണം വന്നത് ഇതുണ്ടോ, ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നത്. നമ്മൾ മറ്റേ സ്വിഗ്ഗിയിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്യാൻ നേരത്ത് ചെറിയ സദ്യയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ മറ്റേ അച്ചാറൊക്കെ വരില്ലേ, അങ്ങനത്തെ ഒരു ഡബ്ബ, അതിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഗോൾഡൻ ചെയിനാണ്, ഫുള്ളായിട്ടുള്ള ഗോൾഡൻ ചെയിൻ, കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ ആണ് ഇത് വരുന്നത് കണ്ടോ. ഒരു ആനേനെയൊക്കെയാണ് ഈ പെൻഡൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനും അത്യാവശ്യം നല്ല ഇറക്കമുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഇറക്കം വരുന്നുണ്ട്. ഇത് നൈസ് സാധനമാണ് കേട്ടോ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു രസമുണ്ട്. ഇതെനിക്ക് വേണമെങ്കിൽ ചോക്കറായിട്ട് ഉപയോഗിക്കാം. കണ്ടോ, ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഇതിനും ഈ പറഞ്ഞ പോലെ സെയിം ആ പെൻഡൻറ്റിൻ്റെ അതേ പാറ്റേണിലുള്ള ഇയറിങ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നറിയോ? ഇതിന് 159 ആണ് കേട്ടോ ആയത്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ കോയിൻസ്, അതൊരു 18 കൂടി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ടുള്ള പൈസ നിങ്ങൾ നോക്കിയാൽ മതി. അത്യാവശ്യം വേർത്തിയാണ്, അതേപോലെ തന്നെ അഫോർഡബിളും ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സാധനമാണ് കേട്ടോ. ഇനി വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു 2-3 ബ്ലൗസാണ്. നല്ല ഒന്നാം തരം ദുരന്തമായിപ്പോയി ബ്ലൗസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്നാമത് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 700 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 700 750 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളതൊന്നും ഇല്ലാത്തൊരു ബ്ലൗസാണ് കിട്ടിയേക്കുന്നത്. പിന്നെയും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ഇത് കാണാൻ കുഴപ്പമില്ല. ഇതൊരു വൈറ്റ് കളറാണ്, പാഡഡ് ആയിട്ടുള്ളതാണ്. ഇത് ഈ ഒരു പാറ്റേണിലുള്ള നെക്കൊക്കെയാണ് വരുന്നത്. ഭയങ്കര ലോക്കൽ ലുക്കാണ്. ഇതുണ്ടോ, ഇവിടേക്ക് ഇങ്ങനെ സ്റ്റിച്ചൊക്കെ പോരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫുള്ള് സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ഒരുമാതിരി ഭയങ്കര ലോക്കൽ ലുക്കായിട്ടുള്ളൊരു സാധനം. പിന്നെയും ഞാൻ പറഞ്ഞില്ലേ 3 വാങ്ങിയാലാകെ ഇതാണൊരു ഭംഗിയുള്ളത്. അതിന് റേറ്റ് 560 ആയിട്ടുണ്ടായിരുന്നു എനിക്ക് റേറ്റ്. സൂപ്പർ കോയിൻസ് ആഡഡ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന റെഡ് ഇതാണ് കേട്ടോ. ഇതിങ്ങനെ ഈ കാണുന്ന രീതിയേ അല്ലേ, ഇതിപ്പോൾ ഈ വീഡിയോ കൂടെ കാണുന്ന നേരത്ത് ഭയങ്കര രസമുള്ള പോലെ തോന്നുന്നുണ്ട്. ഇതും പക്ക ലോക്കൽ ടൈപ്പ് സീക്വൻസ്, അതിൽ തന്നെ പകുതിയും പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഈ സീക്വൻസിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാസറ്റില്ലേ CD, അതിൻ്റെയൊക്കെ ഒരു വലിപ്പം വരുന്നുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ ഭയങ്കര വലിയ വലിയ വട്ടായിട്ടൊരു ഭംഗിയില്ലാണ്ട് ഇതുണ്ടോ, ഇതൊന്നും ഒരു രസമില്ല. ഇതൊരു ഓറഞ്ച് പോലത്തെ ഒരു കളറും. ഞാൻ ചുമപ്പായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ അതൊന്നുമല്ല വന്നത്. പിന്നെ സൈസ് അവർ കൊടുത്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിലവർ സൈസിന് പകരം ഫ്രീ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്, ഫ്രീ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. പക്ഷേ ഇത് നോക്കിയൊക്കെ ഇത് എനിക്കും ഒരാൾക്കും കൂടി കയറാവുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇതെന്തായാലും റിട്ടേൺ ചെയ്യണം, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. സ്ലീവ്ലെസ്, ഇത് ഞാനൊരു ഗോൾഡൻ കളർ ഒരു സ്ലീവ്ലെസ് ഓർഡർ ചെയ്തതാണ്. എന്താ ഗോൾഡൻ കളർ, ഇതിൽ കാണുന്ന ഒരു കളറൊന്നും അല്ല കേട്ടോ, ഒരു ഡള്ളായിട്ടുള്ള ഗോൾഡൻ കളറാണ്. ഇതും പറഞ്ഞ പോലെ തന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഒരു രസവും ഇല്ല കേട്ടോ. ഭയങ്കര വലിയ സൈസുമാണ്, വൃത്തികെട്ട ഒരു പാറ്റേണുമാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് ഇവർ തന്നേക്കുന്ന ഒരു രീതിയല്ല കേട്ടോ. ഞാൻ ഈ റെഡ് ബ്ലൗസ് കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ അവർ കാണിച്ചിട്ടുണ്ടായിരുന്ന ബ്ലൗസ്. നോക്കിയൊക്കെ ഇതിൻ്റെ ഒരു കളറും എനിക്ക് കിട്ടിയേക്കുന്ന സാധനവും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.